ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. കൂരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കൂരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കാരീരും വാണിയിൻ പാടുള്ള പാണിയാൽ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നേ കാക്കുമെന്നേ. കാരീരും വാണിയിൽ പാടുള്ള പാണിയാൽ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നേ കാക്കുമെന്നേ. ആശ്രയമേശുവിലെന്നതിനാ ഭാഗ്യവാൻ ഭാഗ്യവാൻ. യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം എന്ന വിഷയത്തെ ആധാരമാക്കി ക്ലാസുകൾ നയിക്കുന്നത് ഇവാഞ്ചലിസ്റ്റ് ബിജു വിൽസൺ കരകുളം. സർവത്തിനു മീതെ വാഴ്ത്തപ്പെട്ടവനായ ദൈവമായ കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിശ്രേഷ്ഠമായ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. തൃപ്പാദം എന്ന ശുശ്രൂഷയിൽ കൂടി ഈ പ്രഭാതത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവമാകുന്ന കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു മനുഷ്യനാണ്, മനുഷ്യപുത്രനാണ് എന്നുള്ള വിഷയങ്ങളാണല്ലോ ഈ ദിവസങ്ങളിൽ നാം ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. കർത്താവായ യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ മനുഷ്യർ അല്ലെങ്കിൽ മനുഷ്യപുത്രന്മാർ അലങ്കരിക്കേണ്ടതായ അല്ലെങ്കിൽ അവർ ചെയ്യേണ്ടതായിരിക്കുന്ന 3 വിധത്തിലുള്ള ശുശ്രൂഷകൾ നിർവഹിച്ചതായി കാണുവാൻ തക്കവണ്ണം കഴിയും. ആ 3 വിധ ശുശ്രൂഷ എന്ന് പറയുന്നത് 1 പ്രവാചക ശുശ്രൂഷ, 2 പുരോഹിത ശുശ്രൂഷ, 3 രാജാവിൻ്റെ ശുശ്രൂഷ അഥവാ രാജകീയമായിരിക്കുന്ന പദവിയോടുകൂടിയുള്ളതായിരിക്കുന്ന അധികാരം പ്രയോഗിക്കൽ. ഈ 3 കാര്യങ്ങൾ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൽ സമ്പൂർണമായിട്ട് നിറവേറി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. 1 പ്രവാചകൻ. ഇസ്രായേലിൽ ധാരാളം പ്രവാചകന്മാരുണ്ടായിരുന്നു. പ്രാചീന വചിക്കുന്നവർ എന്നാണ് പ്രവാചകൻ എന്ന വാക്കിൻ്റെ അർത്ഥം. അത് സംസ്കൃതത്തിലുള്ളതാണ്. അതായത് ദൈവത്തിൻ്റെ തിരുമുഖത്തു നിന്നും കേൾക്കുന്നതായിരിക്കുന്ന വചനങ്ങൾ മനുഷ്യരോട് വിളംബരം ചെയ്യുന്നവരാണ് പ്രവാചകന്മാർ. പ്രവാചകന്മാർ എന്നുള്ളതായിരിക്കുന്ന പദവി ഹാനോക്കിൽ ആരംഭിക്കുന്നു. ഹാനോക്ക് ഒരു പ്രവാചകനായിരുന്നു. അതിനുശേഷം നോഹ, അബ്രഹാം ഇവരെല്ലാവരും പ്രവാചകന്മാരായിരുന്നു. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെയും പ്രവാചകൻ എന്ന് ജനങ്ങൾ വിളിച്ചു. ഞാൻ പ്രവാചകനാകുന്നു എന്ന് കർത്താവ് യേശു ഒരിക്കലും പറഞ്ഞിട്ടില്ല. എന്നാൽ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകനാണെന്നും വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകനായിരിക്കുന്ന നസ്രയനായിരിക്കുന്ന യേശു എന്നും ജനങ്ങൾ കർത്താവായ യേശുവിനെ അഭിസംബോധന ചെയ്യുകയുണ്ടായി. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 19-ാം വാക്യം. വരാനിരിക്കുന്ന കാര്യങ്ങൾ പ്രസ്താവിക്കുന്നതിലൂടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു പ്രവാചകൻ തന്നെയാണ്. തൻ്റെ ജീവിതത്തെക്കുറിച്ചും തൻ്റെ മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്, പുനരുത്ഥാനം, പരിശുദ്ധാത്മാവിൻ്റെതായിരിക്കുന്ന ആഗമനം, മാത്രമല്ല ഇനി ലോകത്തിൽ സംഭവിക്കുവാൻ തക്കവണ്ണം പോകുന്നതായിരിക്കുന്ന വിഷയങ്ങൾ, ഭാവികാലം, ഇവയെല്ലാം കർത്താവായിരിക്കുന്ന യേശു വ്യക്തമായി പ്രസ്താവിച്ചു. കർത്താവ് പ്രസ്താവിച്ചതുപോലെ ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവായ യേശു ഒരു പ്രവാചകൻ തന്നെയാണ്. പ്രവാചക ശുശ്രൂഷ അവിടെ നിന്ന് നിറവേറ്റി. 2 പുരോഹിതൻ. പുരോഹിതന്മാർ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരും ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥന്മാരായി ശുശ്രൂഷിക്കുന്നവരുമാണ്. നമ്മുടെ കർത്താവായ യേശു ഈ ലോകത്തായിരുന്നപ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ജനത്തിനു വേണ്ടി, ലോകത്തിനു വേണ്ടി, ഇനി ഈ ഭൂമിയിൽ ജനിക്കാനിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി വരെ കർത്താവായ യേശു പ്രാർത്ഥിച്ചു എന്ന് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. മാത്രമല്ല അവിടുന്ന് മനുഷ്യർക്കും ദൈവത്തിനും മധ്യസ്ഥനായി പ്രവർത്തിച്ച വ്യക്തിയാണ്. തീമോഥെയോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ കർത്താവായ യേശു മധ്യസ്ഥനാണ്, മനുഷ്യർക്കും ദൈവത്തിനും ഇടയിലുള്ള ഏക മധ്യസ്ഥനാണ് എന്ന് കാണാൻ കഴിയും. ഇങ്ങനെ ഒരു പുരോഹിതൻ ഈ ലോകത്തിൽ ചെയ്യേണ്ടതായിരിക്കുന്ന ശുശ്രൂഷ കർത്താവ് നിവർത്തിച്ചു എന്നുള്ളത്
വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്ന യാഥാർത്ഥ്യമാണ്. 3 രാജാവ്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവനാണ് കർത്താവായ യേശു. സാധാരണയായിട്ട് ആരും തന്നെ ഈ ലോകത്തിൽ രാജാവായി പിറക്കാറില്ല. രാജകുടുംബത്തിൽ ജനിച്ചവർ പിന്നീട് രാജാക്കന്മാരായി തീർന്നിട്ടുണ്ട്. എന്നാൽ യേശു ക്രിസ്തു യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 2-ാം വാക്യം. രാജാവാകുവാൻ എല്ലാം കൊണ്ട് യോഗ്യനായിരുന്നു കർത്താവായ യേശു. അന്നുണ്ടായിരുന്ന ജനങ്ങളുടെ സർവ്വ പ്രശ്നങ്ങൾക്കും അവിടുന്ന് പരിഹാരം വരുത്തി. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ രാജാവാക്കാനായിട്ട് അന്നത്തെ ജനസമൂഹം പരിശ്രമിച്ചു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 15-ാമത്തെ വാക്യം. എന്നാൽ കർത്താവ് പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല. എൻ്റെ രാജ്യം ഐഹികമല്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പോൾ രാജ്യം സ്ഥാപിക്കുവാൻ തക്കവണ്ണം വന്നവനല്ല എന്ന് വെളിപ്പെടുത്തുകയുണ്ടായി. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ മരണശിക്ഷയ്ക്ക് വിധിച്ചുകൊണ്ട് യഹൂദന്മാർ ഒരു ഭാഗത്ത് നിൽക്കുന്നു. പീലാത്തോസ് എന്ന റോമ ഗവർണർ മറ്റൊരു ഭാഗത്ത്. നടുക്കായിട്ട് ക്രിസ്തു നിൽക്കുകയാണ്. പീലാത്തോസ് കർത്താവായ യേശുവിനോട് ചോദിച്ചു, നീ യഹൂദന്മാരുടെ രാജാവാണോ? കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ, ഞാനാകുന്നു എന്നാണ് കർത്താവായ യേശു പറഞ്ഞത്. കാരണം അതുവരെയും പീലാത്തോസ് ചോദിച്ചതായിരിക്കുന്ന പല ചോദ്യങ്ങൾക്കും കർത്താവ് വായി തുറന്ന് മറുപടി ഒന്നും പറഞ്ഞില്ല, മൗനമായി നിന്നു. എന്നാൽ നീ രാജാവാണോ എന്ന് ചോദിച്ചപ്പോൾ, നീ ദൈവപുത്രനാണോ എന്ന് ചോദിച്ചപ്പോൾ, ആ കാര്യം ഉറപ്പായിരുന്നതുകൊണ്ടും അവിടുന്ന് അങ്ങനെ ആയിരുന്നതുകൊണ്ടും അവിടുന്ന് വായി തുറന്ന് പറഞ്ഞു, ഞാനാകുന്നു, ഞാൻ തന്നെ, ഞാൻ രാജാവ് തന്നെ എന്ന് കർത്താവായ യേശു വ്യക്തമായി പൊന്തിയോസ് പീലാത്തോസ് ആകുന്ന റോമൻ ഗവർണറോട് പ്രസ്താവിക്കുകയുണ്ടായി. അതെ, കർത്താവായ യേശു രാജാവ് തന്നെ. അവിടുന്ന് രാജാതി രാജാവും കർത്താതി കർത്താവുമാണെന്ന് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 14, 19-ാം അധ്യായത്തിന്റെ 16 എന്നീ വേദഭാഗങ്ങളിൽ കാണാനായി കഴിയും. കർത്താവായ യേശു രാജാതി രാജാവും കർത്താതി കർത്താവുമാണ്. അഥവാ ലോകത്തിന്റെ ചക്രവർത്തിയാണ് കർത്താവായ യേശു. ഈ ലോകത്തുള്ള എല്ലാ രാജാക്കന്മാരുടെയും മീതെയുള്ള രാജാതി രാജാവും എല്ലാ കർത്തൃത്വങ്ങൾക്കും തൻ്റെ മുൻപാകെ കുമ്പിടേണ്ടതായിട്ട് വരും എന്നുള്ളതായിരിക്കുന്ന നിശ്ചയപ്രകാരം അവിടുന്ന് രാജാതി രാജാവുമാണ്. സകല കർത്തൃത്വങ്ങളും കർത്താവായ യേശുവിൻ്റെ മുമ്പാകെ മുട്ടുകുത്തേണ്ടതായിട്ട് വരും. മാത്രമല്ല, ഈ ലോകരാജ്യത്വം കർത്താവ് ഏറ്റെടുക്കുവാൻ പോകുന്നു. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ ലോകരാജ്യത്വം ക്രിസ്തുവിനുള്ളതെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ നമ്മുടെ കർത്താവായ യേശു മനുഷ്യനായി ലോകത്തിൽ ശോഭിച്ചു. അവിടുന്ന് പ്രവാചകനായി, പുരോഹിതനായി, രാജാവായി ശോഭിച്ചതാണ്. ഒരു പ്രവാചകൻ, ഒരു പുരോഹിതൻ, ഒരു രാജാവ് ഈ ലോകത്തിൽ എങ്ങനെയായിരിക്കണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ ജീവിക്കണം എന്ന് തെളിയിച്ചുകൊണ്ട് അവിടുന്ന് ഈ ലോകത്തിൽ ശോഭിക്കുകയുണ്ടായി. ഈ ക്രിസ്തുവിനെ കൂടുതലായി അറിയുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ഈ ക്രിസ്തുവിന് വേണ്ടി ഈ പ്രഭാതത്തിൽ ജീവിക്കാനായി നമ്മെ തന്നെ സമർപ്പിക്കാം. കരുണാസമ്പന്നനായിരിക്കുന്ന കർത്താവ് ഈ പ്രഭാതത്തിൽ കർത്താവിനെ അറിഞ്ഞത് മുഖാന്തരം എല്ലാവിധമായ അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ. സർവൈശ്വര്യങ്ങളും ഈ പ്രഭാതത്തിൽ ദൈവമായ കർത്താവ് നിങ്ങളുടെ മേൽ ചൊരിയട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.